ഇന്നലകളിൽ ഭാഗം 40. ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് പപ്പ. സർവ നിയന്ത്രണവും നഷ്ടപ്പെട്ടു മാനസിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. ശ്യാം ഒഴികെ മറ്റെല്ലാവരും ഞെട്ടി മാനസിയെ നോക്കി. ആദ്യമായായിരുന്നു അവളുടെ ഈ ഭാവം എല്ലാവരും കാണുന്നത്. തല്ലിക്കോട്ടെ ശ്യാം, തടയണ്ട. എന്തും തല്ലി അനുസരിപ്പിച്ചല്ലേ ശീലം, അങ്ങനെ തന്നെ തുടരട്ടെ. ശ്യാമിന്റെ കൈകളെ മഹിയുടെ കയ്യിൽ നിന്ന് വേർപെടുത്തി മാനസി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. മാനസി! മഹി അവൾക്ക് നേരെ പാഞ്ഞു. തൊട്ടുപോകരുതെന്നെ. സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ട് മാനസി പൊട്ടിത്തെറിച്ചു. മതിയായി എനിക്ക്. എന്തിനാ പപ്പ നിങ്ങൾക്ക് എന്നെ മകളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന് വലിച്ചടുപ്പിക്കാനും അല്ലാത്തപ്പോ വലിച്ചെറിയാനോ? നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മറന്ന ഒരു സത്യമുണ്ട് പപ്പ. ഞാൻ നിങ്ങളുടെ മകളാണെന്നുള്ള സത്യം. മഹിയും ശ്വേതയും ഞെട്ടിത്തരിച്ച് അവളെ നോക്കി. മാനസി! ശ്വേത അവളെ ദയനീയതയോടെ വിളിച്ചു. വേണ്ട, മിണ്ടരുത് നിങ്ങൾ. എൻ്റെ മകളാണെന്ന് പപ്പ പറയുന്നുണ്ടല്ലോ. പക്ഷേ ആ പരിഗണന ഒരിക്കലെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? അടിച്ചേൽപ്പിച്ചും ഒറ്റപ്പെടുത്തിയും തളർത്തിയിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ എന്നെ. തോന്നുമ്പോൾ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും പിന്നെ താലി പൊട്ടിച്ചെറിയാനും നിങ്ങൾക്ക് വേഗം സാധിക്കുമായിരിക്കും. വാശിയും ദേഷ്യവും പകയെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ എന്നെക്കുറിച്ച് ഒന്ന് ഓർക്കണം നിങ്ങൾ. ഇങ്ങനെ ഒരു മകളുണ്ടായിരുന്നു എന്ന് ഓർക്കണം. അവൾക്കും ഒരു മനസ്സുണ്ടായിരുന്നു എന്ന് ഓർക്കണം. മോളെ! ശ്വേത ഇടറിയ സ്വരത്തിൽ അവളെ വിളിച്ചു. വേണ്ട മമ്മ, ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ മമ്മ സ്നേഹത്തോടെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അടുത്തിരുന്ന് ഒരുപാട് സംസാരിക്കാൻ. ഞാൻ എന്നൊരു മനുഷ്യജീവി ആ വീടിൻ്റെ ചൂരൽക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നെങ്കിലും നിങ്ങളൊന്ന് ഓർത്തിരുന്നെങ്കിൽ. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞത് ഈ വീട്ടിൽ വന്നതിന് ശേഷമായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു എന്ന് തോന്നിയ ഒരു കാര്യം ഈ താലി എൻ്റെ കഴുത്തിൽ വീഴാൻ ഇടയാക്കി എന്നതാണ്. ഒരുപക്ഷെ ശ്യാമിനെ പോലെ ഒരാളല്ലായിരുന്നെങ്കിൽ ആർക്കും വേണ്ടാത്ത ഈ ജന്മത്തെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാൻ ഈ താലിക്ക് മുന്നിൽ തല കുനിച്ചത്. എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും ഒരു തെറ്റായിട്ട് തോന്നിയെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? ഒന്ന് പറഞ്ഞു താമമ്മ, പറ പപ്പ. ശ്വേതയുടെ ഇരു തോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് മാനസി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ശ്വേത ഒരു മരവിപ്പോടെ അവളെ നോക്കി നിന്നു. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ കൂടെ പറപ്പിനെ മമ്മ സ്വന്തം ഉദരത്തിൽ വെച്ചില്ലാതാക്കിയ പോലെ കൊന്നൂടായിരുന്നോ എന്നെ? എന്തിനാ മമ്മ എന്നെ കൊല്ലാതെ ഇങ്ങനെ കൊല്ലുന്നത്? അതിനും മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? മാനസി കരഞ്ഞു തളർന്ന് ചോദിച്ച നിമിഷം ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ശ്വേതയും മഹിയും ആഗ്രഹിച്ചു പോയി. ശ്യാം ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവരെ ഒരുതരം അവജ്ഞയോടെ നോക്കി. എന്റെ കഴുത്തിൽ നിന്ന് നിങ്ങൾ ഈ താലി പൊട്ടിച്ചെറിയും മുന്നേ എന്നെ കൊന്നിരിക്കണം പപ്പ. അല്ലാതെ ഒരിക്കലും പപ്പ പറയുന്ന പോലെ മാനസി ഇറങ്ങി വരില്ല. കൈ പിടിച്ച് കൂടെ കൂട്ടി അന്ന് മുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ശ്യാം എന്നെ. ഞാൻ പറയാതെ തന്നെ എൻ്റെ മനസ്സറിഞ്ഞ് മാത്രമേ എല്ലാം പ്രവർത്തിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്നെ വിളിച്ച ദിവസങ്ങളിലെല്ലാം മനസ്സിന്റെ താളം തെറ്റി തളർന്ന് വീണിട്ടുണ്ട് ഞാൻ. അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളത്? പ്രാണനേക്കാളേറെ എന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ശ്യാം. ഒരിക്കലും നിങ്ങളെപ്പോലെ തഴഞ്ഞിട്ടില്ല, ഒറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളോ എന്നെ എന്തെങ്കിലും ചേർത്ത് പിടിച്ചതായി പപ്പയ്ക്ക് ഓർമ്മയുണ്ടോ? മമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? പനിച്ച് വിറച്ച് കിടന്ന എത്രയോ നാളുകളിൽ മമ്മയുടെ സാമീപ്യം ഞാൻ കൊതിച്ചിട്ടുണ്ടെന്നോ? ഒന്ന് തലോടി പോവുകയെങ്കിലും ചെയ്യായിരുന്നില്ലേ മമ്മ? സത്യത്തില് ഞാൻ നിങ്ങളുടെ മകളല്ലേ മമ്മ? ദത്തെടുത്ത ഒരു കുഞ്ഞിന് പോലും ഇത്തിരി സ്നേഹവും വാത്സല്യവും കിട്ടിയിട്ടുണ്ടാവും. അമ്മയെന്ന് ഞാൻ മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്യാമിന്റെ അമ്മയെ മാത്രമാണ്. കാരണം എൻ്റെ മമ്മ തരാതിരുന്ന സ്നേഹവും കരുതലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ അമ്മ എനിക്ക് തന്നിരുന്നു. ഓരോ നിമിഷവും തങ്ങൾ ഉരുക്കി തീരുകയാണെന്ന് തോന്നി ശ്വേതയ്ക്കും മഹിക്കും. ഇത്ര കാലം അവൾ അനുഭവിച്ച വേദനകൾ ഒരു നിമിഷത്തിൽ അവൾ പറയുമ്പോൾ നെഞ്ചിലേക്ക് 1000
കൂരമ്പുകൾ തളച്ച പോലെ അവരൊന്ന് പിടഞ്ഞു. ഈ താലി എനിക്ക് വേണ്ടെന്ന് പപ്പ പറഞ്ഞല്ലോ. പപ്പയ്ക്ക് കഴിയോ മമ്മയെ വേണ്ടെന്ന് വയ്ക്കാൻ? മമ്മയ്ക്ക് കഴിയോ? ഇല്ല. കാരണം നിങ്ങൾ പരസ്പരം ജീവനായി കണ്ട് സ്നേഹിക്കുന്നു. അതിനിടയിൽ സ്നേഹം കൊതിച്ച എന്റെ ജീവനെ നിങ്ങൾ എങ്ങനെ കാണാനാ? പണത്തിന്റെ തുലാസിലിട്ട് നിങ്ങൾ എല്ലാം തൂക്കി. സ്വന്തം മകളെപ്പോലും. എല്ലായിടത്തും നിങ്ങൾ വിജയിച്ചു. തോറ്റതൊക്കെ ഞാനായിരുന്നു. എന്നിലെ അച്ഛനമ്മമാരുടെ സ്നേഹം കൊതിച്ച ഒരു മകളായിരുന്നു. തളർന്നൊരു സ്വരത്തിൽ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ വേദനകളുടെ പ്രഹരത്തിൽ ഹൃദയം തകർന്നടിഞ്ഞത് ശ്വേതയും മഹിയും അറിഞ്ഞു. ഇനിയും എന്നെ ദ്രോഹിച്ച് മതിയായില്ലെങ്കിൽ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ഒറ്റയടിക്ക് എന്നെ ഒന്ന് കൊന്നു താമമ്മ. കഴിയില്ല എനിക്കിനി ഈ വേദനകളൊന്നും താങ്ങാൻ. ഈ നാളുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. ഇനിയും എന്നെ കൊണ്ട് കഴിയില്ല പപ്പ. ഒന്നിനും എനിക്ക് വയ്യ. ഉദരത്തിൽ വെച്ച് ഒരു മകളെ കൊന്നില്ലേ നിങ്ങള്? ഇത്രയും നാള് എന്നെ കൊല്ലാതെ കൊന്നില്ലേ? ഇനിയും മതിയായില്ലെങ്കിൽ എന്നെയും കൂടെ അങ്ങ് കൊന്നേക്ക് പപ്പ. എല്ലാം അവിടെ തീരുമല്ലോ. ഇങ്ങനെ വേദനിക്കാൻ മാത്രമായിട്ട് എന്തിനാ ഞാനെന്നൊരു ജന്മം? നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ കൂപ്പുകൈയോടെ മാനസി അവരെ നോക്കി തളർന്നു പറഞ്ഞു. അവളെ പൊതിഞ്ഞു പിടിച്ച് ശ്യാം നെഞ്ചിലേക്ക് ചേർത്തു. അവന്റെ നെഞ്ചിൽ വീണ് മാനസി പൊട്ടിക്കരഞ്ഞു. ശ്വേതയുടെയും മഹിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു തൂവി. ശ്യാമിന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി മാനസി മുകളിലേക്ക് ഓടി. കണ്ണുനീർ നിറഞ്ഞ് കാഴ്ചയെ മറയ്ക്കുമ്പോഴും എങ്ങനെയെങ്കിലും മുറിയിലേക്ക് എത്തിപ്പെടാനുള്ള വ്യഗ്രതയായിരുന്നു അവളുടെ കാലുകൾക്ക്. കയ്യിൽ കിട്ടിയ മാണിക്യം കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞവരാണ് നിങ്ങൾ. പെൺകുട്ടികൾ അവരെ വളർത്താൻ അർഹതയുള്ളവർക്ക് മാത്രമേ ജനിക്കുകയുള്ളൂ. ശരിയാണ്, മാനസി നിങ്ങൾക്കൊരു വലിയ തെറ്റാണ്. കാരണം അവളെപ്പോലൊരു മകളെ നിങ്ങൾ അർഹിക്കുന്നില്ല. പെൺകുട്ടികളോട് വിവേചനം കാണിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല നിങ്ങളെ ഉദരത്തിൽ പേറിയതും ജന്മം നൽകിയതും ഒരു സ്ത്രീയാണെന്ന്? നിങ്ങൾ താലി കെട്ടിയ നിങ്ങളുടെ അംശത്തെ ഉദരത്തിൽ പേറിയ നിങ്ങളുടെ ഭാര്യ ഒരു സ്ത്രീയാണെന്ന്. പിന്നെ നിങ്ങളിൽ നിന്ന് പിറന്ന അവളെ മാത്രം എന്തിനു നിങ്ങൾ അകറ്റി? അവളൊരു തെറ്റായിരുന്നെങ്കിൽ ആ തെറ്റിന് കാരണം അവളല്ലല്ലോ, നിങ്ങളല്ലേ, നിങ്ങൾ മാത്രം. ബിസിനസ്സിൽ മഹേന്ദ്രവർമ്മ ടോപ്പായിരിക്കാം, ബട്ട് ഒരു അച്ഛനെന്ന നിലയിൽ യു ആർ എ ബിഗ് സീറോ. അത്രയും പറഞ്ഞ് ശ്യാം നിർത്തുമ്പോഴാണ് മുകളിൽ എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി. മറ്റാരെയും നോക്കാതെ അവൻ മുകളിലേക്ക് ഓടി. മുറിയിലേക്ക് കയറിയ നിമിഷം മാനസി വല്ലാതെ തളർന്നിരുന്നു, കിതച്ചിരുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി. കയ്യിൽ തടഞ്ഞതെല്ലാം മാനസി വലിച്ചെറിഞ്ഞു. ദേഷ്യവും സങ്കടവും വെറുപ്പുമെല്ലാം നിയന്ത്രിക്കാനാകാതെ അവൾ ആകെ തളർന്നു. മുറിയിലിരുന്ന ഫ്ലവർ വേസ് ശക്തിയിൽ നിലത്തേക്ക് എറിഞ്ഞുടച്ചുകൊണ്ട് തളർന്ന് താഴേക്കിരുന്നു. അവൾക്ക് തന്റെ ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. ഇതുവരെ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ ഒരു നിമിഷം അവളുടെ സർവ്വ നിയന്ത്രണങ്ങളെയും തകർത്തു. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അലറിക്കരഞ്ഞു. മുടിയിഴകൾ പിച്ചിപ്പറിച്ചു. ഇനി ഒന്നിനും വയ്യെന്ന പോലെ എണീറ്റ് ബാൽക്കണിയിലേക്ക് ഓടും മുന്നേ ഇടുപ്പിലൂടെ പൊക്കിയെടുത്ത് അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചു. ചാവാൻ പോവും മുന്നേ എന്നെ കൂടെ കൊന്നിട്ട് പോടി. അവളെ നോക്കി നിറകണ്ണുകളോടെ അവൻ പറയുമ്പോഴും ഒന്നും അറിയാത്ത പോലെ അവൾ നിന്നു. കൺപീലികൾ പോലും ചിമ്മാതെ മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്ന അവളെ കണ്ട് അവന്റെ നെഞ്ചിരിപ്പേറി. മാനസി! ശ്യാം അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ മാനസി ഞെട്ടി അവനെ നോക്കി. തന്നെ നോക്കി കണ്ണു നിറച്ചു നിൽക്കുന്ന അവനെ കണ്ട് അവളുടെ ഹൃദയം വേദനിച്ചു. മോളെ! തളർന്ന സ്വരത്തിൽ ശ്വേതയും മഹിയും അവളെ വിളിച്ചു. ശ്യാമിന്റെ കൈകൾക്കിടയിൽ നിന്നും കുതറി മാറി മാനസി പിന്നിലേക്ക് നീങ്ങി. നെഞ്ചിൽ 1000 വെള്ളിടി വെട്ടിയ പോലെ അവൻ തറഞ്ഞു നിന്നു. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്, പോ! മനസ്സിന്റെ നിയന്ത്രണം വിട്ട് അവൾ അലറി. അവളുടെ മനസ്സിന്റെ താളം പൂർണ്ണമായും തെറ്റിപ്പോയി എന്നൊരു ഞെട്ടലോടെ അവൻ മനസ്സിലാക്കി. മോളെ! ശ്വേതയും മഹിയും മുന്നോട്ടായി മുന്നേ മാനസി തളർന്ന് താഴേക്ക് വീണിരുന്നു. കട്ടിലിന്റെ ഓരത്ത് തലയിടിച്ച് താഴേക്ക് വീഴുമ്പോൾ ശ്യാമിന്റെ കൈകൾ അവളെ നെഞ്ചോടടുക്കിയിരുന്നു. കൈകളിൽ അറിഞ്ഞ ചൂടിൽ ശരീരം മുഴുവൻ തണുത്ത് മരവിച്ചു പോയ പോലെ അവന് തോന്നി.
ഞെട്ടി നോക്കുമ്പോൾ അവന്റെ കൈകളിൽ അവളുടെ തലയിൽ നിന്നും ഒഴുകിയ രക്തം നിറഞ്ഞിരുന്നു. മാനസി! അവളെ വാരിപ്പുണർന്നുകൊണ്ട് അവൻ അലറി. കണ്ണുകൾ അടഞ്ഞു പോകുന്ന അവസാന കാഴ്ചയിലും അവൾ കണ്ടിരുന്നു. നിറകണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ച അവനെ. നീണ്ട 90 ദിവസങ്ങളുടെ ചികിത്സയിൽ നിന്നും ചിതറിപ്പോയ മനസ്സിന്റെ താളം വീണ്ടും പഴയ പോലെ തിരിച്ചു പിടിച്ച് ഇന്ന് മാനസി സാന്ത്വനം മെന്റൽ ഹെൽത്ത് സെന്ററിൽ നിന്ന് പടിയിറങ്ങുകയാണ്. രക്തം വാർന്ന് അവന്റെ കൈയിലേക്ക് തളർന്നു വീണ മാനസിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും വരെ ഉരുകുകയായിരുന്നു അവൻ. അവിടെ എത്തിച്ച് പേടിക്കാനൊന്നുമില്ല എന്നറിഞ്ഞ് അവളെ ഒന്ന് കണ്ടപ്പോഴായിരുന്നു ശ്വാസം നേരെ വീണത്. പക്ഷേ അവളുടെ മനസ്സിന്റെ സമനില തെറ്റിയെന്ന് അറിഞ്ഞ നിമിഷം പ്രാണൻ വേർപെട്ടു പോകുന്ന പോലെ അവന് തോന്നി. പോരാടി നിന്നിരുന്ന ഹൃദയം ഒരു നിമിഷം കൊണ്ട് ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും കുത്തൊഴുക്കിൽ തകർന്നടിഞ്ഞപ്പോൾ വിജയസീമയിൽ നിന്നുകൊണ്ട് ഭ്രാന്തമായ ചിരിയോടെ വിഭ്രാന്തിയുടെ ചങ്ങലകൾ അവളെ വരിഞ്ഞു മുറുക്കി. സ്വയമേ ശ്വാസമെടുക്കാൻ പോലും അനുവദിക്കാതെ അവളുടെ മനസ്സിനെയും ബുദ്ധിയെയും ഇരുളാൽ മൂടി ഒരു പാവ പോലെ അവളെന്ന മനുഷ്യജീവിയെ മാറ്റിയെടുത്തു. ഈ 90 ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും മാനസിയെ കാണാൻ മറ്റാരെയും അനുവദിച്ചിരുന്നില്ല. അവളും കുറച്ച് പുസ്തകങ്ങളും അവിടുത്തെ അന്തേവാസികളും മാത്രമായിരുന്നു ആ ദിവസങ്ങളിൽ അവളുടെ ലോകം. ഇന്നിപ്പോ മാനസി ഡിസ്ചാർജ് ആകുന്നത് അറിയിച്ചതുകൊണ്ട് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഡാ! മാനസി കിടത്തിയിരുന്ന റൂമിന്റെ ഫ്രണ്ടിലെ കസേരയിൽ ഭിത്തിയിലേക്ക് തലചാരി കണ്ണുകൾ അടച്ച് ഓർമ്മകളിൽ മുഴുകിയിരുന്ന ശ്യാമിനെ കിച്ചു തട്ടി വിളിച്ചു. പോകണ്ടേ? കണ്ണു തുറന്ന് നോക്കി അവനോട് കിച്ചു ചോദിച്ചു. എന്ന് മൂളിക്കൊണ്ട് ശ്യാം എണീറ്റു. ഡോക്ടറോട് ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്ന അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കിച്ചു. അവൾ ആശുപത്രിയിലായതിൽ പിന്നെ ഒരിക്കലും അവനൊന്ന് പുഞ്ചിരിച്ചിട്ടില്ല. വേറെ ഏതോ ലോകത്തെന്ന പോലെയുള്ള നടപ്പ്. മറ്റുള്ളവരോടൊന്നും മിണ്ടാൻ പോലും അവൻ മറന്നു എന്ന് തോന്നി. ഇനിയെങ്കിലും ഏട്ടൻ പഴയ പോലെ ആവുമായിരിക്കുമല്ലേ? കിച്ചുവിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ശിവ ചോദിച്ചപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലയാട്ടി. കണ്ണുകളടച്ച് ബെഡിൽ ചാരിയിരുന്ന മാനസി തലയിൽ ആരോ തലോടുന്നതറിഞ്ഞാണ് കണ്ണു തുറന്നത്. മുന്നിൽ വാത്സല്യത്തോടെ തന്നെ നോക്കുന്ന സരസ്വതിയെയും ചന്ദ്രനെയും കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ! സരസ്വതിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് നെറ്റി മുട്ടിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ ഇടറിയ സ്വരത്തിൽ മാനസി വിളിച്ചു. ഇനിയും എന്റെ കുഞ്ഞിങ്ങനെ കരയില്ലേടാ? ചന്ദ്രൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സരസ്വതി അവളെ ചേർത്ത് പിടിച്ച് കണ്ണു തുളച്ചുകൊണ്ട് നെറ്റിയിൽ മുത്തി. ആഹാ, ഈ കണ്ണീർ പരമ്പര അവസാനിച്ചില്ലേ? ചിരിയോടെ അകത്തേക്ക് വന്ന് ഉണ്ണി ചോദിച്ചു. ഉണ്ണിക്കൊപ്പം ചാരുവും മനുവും ചിന്മയയും ശിവയും കിച്ചുവും എല്ലാം ഉണ്ടായിരുന്നു. മാനസിയുടെ കണ്ണുകൾ ശ്യാമിനെ തിരഞ്ഞു. നീ നോക്കി വിഷമിക്കണ്ട, ശ്യാം ഡോക്ടറെ കാണാൻ നിൽക്കുവാണ്. കിച്ചു മാനസിയെ നോക്കി പറഞ്ഞു. മാനസി അവനെ നോക്കി തെളിച്ചമില്ലാത്ത ഒരു പുഞ്ചിരി നൽകി. അനക്കൊക്കെ ഉണ്ടോ ചേച്ചി? ചാരുവിന്റെ വയറിൽ കൈ ചേർത്ത് മാനസി ചോദിച്ചപ്പോൾ എല്ലാവരും പുഞ്ചിരിച്ചു. അനക്കം വരാറായില്ലടി, എങ്കിലും ഇടയ്ക്കെപ്പോഴോ ഒരു തവണ എനിക്ക് തോന്നി. ചാരു അവളുടെ കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. മാനസി ചിരിച്ചു. ചാരു അല്പമൊന്ന് നീങ്ങിയപ്പോഴാണ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്വേതയെയും മഹിയെയും മാനസി കണ്ടത്. പെട്ടെന്ന് അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞത് കണ്ടാണ് എല്ലാവരും അവളുടെ കണ്ണുകൾ തറഞ്ഞ ദിശയിലേക്ക് നോക്കിയത്. മാനസി ഹോസ്പിറ്റലിലായ അന്ന് മുതൽ ശ്വേതയുടെയും മഹിയുടെയും പശ്ചാത്താപവും കണ്ണുനീരും എല്ലാവരും കാണുന്നതാണ്. ആത്മാർത്ഥമായി മകൾക്ക് വേണ്ടി പൊഴിയുന്ന കണ്ണുനീരിനെ അവഗണിക്കാൻ ശ്യാമിനൊഴികെ മറ്റാർക്കും കഴിഞ്ഞില്ല. എന്നാൽ മനസ്സറിഞ്ഞ് എന്ന് മാനസി അവരെ അച്ഛനമ്മമാരായി അംഗീകരിക്കുന്നോ അന്ന് അവനും അംഗീകരിക്കാമെന്ന് അവൻ തീർത്ത് പറഞ്ഞു. മാനസിക്കൊപ്പം ശ്വേതയെയും മഹിയെയും അവിടെ വിട്ടിട്ട് മറ്റുള്ളവരെല്ലാം പുറത്തേക്ക് നീങ്ങി. മാനസി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ തന്നെ അവർ രണ്ടാളും വല്ലാതായി. ഒരു പക്ഷേ അവൾ ആട്ടി അകറ്റിയിരുന്നെങ്കിൽ പോലും അവർക്ക് അത്രയും വിഷമം ഉണ്ടാവുമായിരുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. ദേഷ്യത്തോടെയും സങ്കടത്തോടെയുമുള്ള വാക്കുകൾക്ക് പകരം ഒരു നിറപുഞ്ചിരി പലരെയും തളർത്തിക്കളയും. മോളെ, ഞങ്ങൾക്ക്... എനിക്കറിയാം അമ്മ, നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന്. മഹിയെയും ശ്വേതയെയും നോക്കി അവരെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മാനസി പറഞ്ഞു.
അവർ രണ്ടാളും അവളെ നിറഞ്ഞ മിഴികളോടെ നോക്കി. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അവൾ അവരെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവർ രണ്ടാളും ഒരുമിച്ച് വന്ന് അവളെ മുറുകെ പുണർന്നു. പക്ഷേ അവരെ ചേർത്ത് പിടിക്കാൻ അവളുടെ കൈകൾ ഉയർന്നില്ല. ക്ഷമിക്കുമോളെ, നീ ഞങ്ങളോട്. നിന്റെ മനസ്സറിയാൻ ഞങ്ങൾക്കായില്ല. ഇരുട്ട് മൂടിയ ഒരു ലോകത്തായിരുന്നു ഞങ്ങൾ ഇതുവരെ. അവിടെ നീ എന്ന മകളെ കാണാനും സ്നേഹിക്കാനും ഞങ്ങൾ മറന്നു. ക്ഷമിക്കു നീ ഞങ്ങളോട്. മഹി അവളോട് പറയുമ്പോൾ വീണ്ടും അതേ പുഞ്ചിരിയോടെ മാനസി അവരെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ പപ്പ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. പക്ഷേ അവൾ ഒന്ന് നിർത്തിയപ്പോൾ രണ്ടാളും അവളെ തന്നെ നോക്കി. എനിക്കിത്തിരി സമയം നിങ്ങൾ തരണം. നിങ്ങളുടെ സ്നേഹം എനിക്ക് പരിചയമില്ലാത്തതാണ് പപ്പ. പെട്ടെന്ന് ആ സ്നേഹം ഏറ്റുവാങ്ങാൻ എൻ്റെ മനസ്സിന് ഇപ്പോഴും ബലമില്ല. അതുകൊണ്ട് ഇത്തിരി സമയം നിങ്ങൾ എനിക്ക് തരണം. ദേഷ്യം ഉണ്ടായിട്ടല്ല, എൻ്റെ നിസ്സഹായത കൊണ്ട് ചോദിക്കുന്നതാ. ഒരു ദയനീയതയായിരുന്നു അവളുടെ മുഖത്ത്. ഇത്രയും വലിയൊരു മുറിവാണ് നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞില്ലല്ലോ മോളെ ഞങ്ങള്. വെറുക്കല്ലേ നീ ഞങ്ങളെ. ശ്വേത തൊഴുകൈകളോടെ അവളോട് പറഞ്ഞപ്പോൾ മാനസി വേഗം ആ കൈകളെ പിടിച്ചു താഴ്ത്തി. ഇനിയും ഇങ്ങനെ പറഞ്ഞ് വീണ്ടും നിങ്ങൾ എന്നെ അന്യാക്കല്ലേ മമ്മ. എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ മനസ്സിലെ മുറിവുകളെല്ലാം ഉണങ്ങാതെ നിങ്ങൾ എന്നെ സ്നേഹിച്ചാലും ആ സ്നേഹം തിരികെ നൽകാൻ ഞാൻ പരാജയപ്പെട്ടു പോവും. അതുകൊണ്ടാ. ഇല്ല മോളെ, നീ മനസ്സുകൊണ്ട് എല്ലാം അംഗീകരിക്കും വരെ ഞങ്ങൾ കാത്തിരുന്നോളാം. മഹി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ മാനസി മഹിയെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ നെറ്റിയിൽ വാത്സല്യത്തിൽ കുതിർന്ന ഒരു സ്നേഹചുംബനം നൽകുമ്പോൾ ഒരുപോലെ അവർ മൂന്നാളുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ഇന്നോളം അവൾക്ക് അന്യമായിരുന്ന സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു ആ ചുംബനത്തിൽ. മാനസി മഹിയെ നോക്കി നനഞ്ഞ കണ്ണാലെ ഒന്ന് പുഞ്ചിരിച്ചു. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.